ഹലോ, സോൾ പർപ്പസും ലൈഫ് പർപ്പസും തമ്മിലുള്ള വ്യത്യാസമാണ് പറയുന്നത്. ഒരു സോളിന് ചെയ്യാനായിട്ട് ലൈഫ് പർപ്പസും സോൾ പർപ്പസും ഉണ്ടായിരിക്കും. ഇനി എന്താണ് സോൾ പർപ്പസ്? ആത്മ ഉദ്ദേശ്യം, ആത്മാവിൻ്റെ ലക്ഷ്യം. നമ്മുടെ ആത്മാവ് ഈശ്വരൻ്റെ ഊർജത്തിൽ നിന്നും ഉത്ഭവിച്ച് ഒരു ശരീരം സ്വീകരിച്ച് ഈ ഭൂമിയിൽ ജന്മമെടുത്തതിന് ഒരു ഉദ്ദേശ്യം ഉണ്ടായിരിക്കും, ഒരു ലക്ഷ്യം. അത് സമൂഹ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. അതിനെയാണ് നമ്മൾ സോൾ പർപ്പസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ സോൾ പർപ്പസ് ചെയ്യേണ്ടത് ആ സോൾ നിലകൊള്ളുന്ന ശരീരമാണ്. ഓക്കെ, നമ്മുടെ സോൾ പർപ്പസ് എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മൾ നമ്മുടെ സോളുമായിട്ട് കണക്റ്റ് ആകണം. ഇപ്പോൾ ഒരാളുടെ ഉദ്ദേശം എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മൾ അയാളോട് കണക്റ്റ് ആകാൻ നോക്കുക, അല്ലേ? അയാളുടെ ഉദ്ദേശം ചിലപ്പോൾ അയാൾ നമ്മളോട് പറയും, അല്ലെങ്കിൽ പറയത്തില്ല, അല്ലെങ്കിൽ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കും, അല്ലേ? പക്ഷേ അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് നമ്മുടെ സോള്. അത് നമ്മളോട് പറയും. എങ്ങനെയാണ് അതിൻ്റെ ഉദ്ദേശവും അത് നമുക്ക് ഫീൽ ചെയ്യിപ്പിച്ച് തരുവാണ് ചെയ്യുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും സോള് സത്യമുള്ളതാണ്. ഇനി എപ്പോഴാണ് സോൾ പർപ്പസ് ചെയ്യേണ്ടത്? നമുക്കറിയാം, നമ്മുടെ സോള് ഓരോ ജന്മങ്ങൾ എടുക്കും, അല്ലേ? ഈ ജന്മങ്ങളിലെല്ലാം ആ സോള് നിലകൊള്ളുന്ന ശരീരം സോൾ പർപ്പസ് ചെയ്യുമോ? ഇല്ല. ഒരു സോളിൻ്റെ സോൾ പർപ്പസ് നടക്കുന്നത് അതിൻ്റെ അവസാന ജന്മങ്ങളിലാണ്. ഓക്കെ, അതായത് ആ സോള് ഓൾഡ് സോളായിട്ട് മാറുമ്പോൾ. ഈ സോൾ പർപ്പസ് ചെയ്യണമെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട് കേട്ടോ. സോളും അത് നിലകൊള്ളുന്ന ബോഡിയും തമ്മിൽ കണക്റ്റ് ആകണം. അങ്ങനെ കണക്റ്റായി കഴിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി എന്തിനു വേണ്ടിയിട്ടാണ് സോൾ പർപ്പസ് ചെയ്യുന്നത്? സോൾ നിലകൊള്ളുന്ന ശരീരം ആ സോളിൻ്റെ പർപ്പസ് ചെയ്തു കൊടുക്കുമ്പോൾ ആ സോളിന് അനിർവചനീയമായ സന്തോഷമാണ് ഉണ്ടാകുന്നത്. ആ ഒരു സന്തോഷം നമ്മളിലേക്കത് ഫീൽ ചെയ്യിപ്പിച്ച് തരും. ഓക്കെ, സോൾ പർപ്പസ് എപ്പോഴും മറ്റുള്ളവരുടെ നന്മയ്ക്കും ഉയർച്ചയ്ക്കും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒന്നായിരിക്കും. ഈ സോൾ പർപ്പസ് ചെയ്യുന്ന ശരീരം മറ്റുള്ളവരിൽ നിന്നും തിരിച്ചൊന്നും പ്രതീക്ഷിക്കില്ല, ഒരു പ്രതിഫലം പോലും പ്രതീക്ഷിക്കില്ല. പിന്നെയോ ഈ സോൾ പർപ്പസ് ചെയ്യുന്നയാൾക്ക് മറ്റുള്ളവർ സന്തോഷിക്കുന്നത് മാത്രം കണ്ടാൽ മതി കേട്ടോ. ഇപ്പോൾ ഞാനിടുന്ന ഓരോ വീഡിയോസും ഒരുപാട് ഡ്യൂസിന് ആശ്വാസമാവുന്നുണ്ടെന്ന് അറിയുമ്പോൾ എൻ്റെ സോളിന് അത്രയും സന്തോഷം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്, സംതൃപ്തിയും സന്തോഷമൊക്കെ. അതെനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും വീഡിയോസ് ഇടാൻ എനിക്ക് തോന്നൽ വരുന്നത്. ഓക്കെ, എൻ്റെ സോള് എനിക്ക് ഫീൽ ചെയ്യിപ്പിച്ച് തരുന്ന ആ ഒരു സത്യങ്ങൾ അത് ആർക്കൊക്കെയോ കേൾക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്നെനിക്ക് ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട്. അതിലൂടെ എനിക്ക് മനസ്സിലായി, വീഡിയോസ് ഇടുന്നതിലൂടെ കുറച്ച് പേർക്കെങ്കിലും കുറച്ച് ആശ്വാസം കൊടുക്കാൻ കഴിഞ്ഞത് എൻ്റെ സോൾ പർപ്പസ് ആണെന്ന് ഞാൻ ഇപ്പോൾ വിശ്വസിക്കുന്നു. തുടക്കത്തിൽ എനിക്കിത് മനസ്സിലായില്ലായിരുന്നു, ഇപ്പം ഞാനത് വിശ്വസിക്കുന്നു, ഫീൽ ചെയ്യുന്നു. ഓക്കെ, ഇനി എന്തൊക്കെയാണ് സോൾ പർപ്പസിൽ വരുന്നത്? എന്തൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മുടെ സോള് സന്തോഷിക്കുന്നത് നോക്കാം. മറ്റുള്ളവരെ അൺകണ്ടീഷണലായിട്ട് സ്നേഹിക്കുമ്പോൾ, മറ്റുള്ളവരോട് ക്ഷമിക്കുമ്പോൾ, മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം ചെയ്യുമ്പോൾ, മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുമ്പോൾ, മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാട്ടോ ഈ സ്വന്തമാക്കാതെയും ഒരാളെ ജീവിതകാലം മുഴുവൻ സ്നേഹിക്കാൻ പറ്റും എന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നു രാധാദേവി, അല്ലേ? അൺകണ്ടീഷണൽ ലവിൻ്റെ മഹാത്മ്യം ഈ ഒരു ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കുക എന്നതായിരുന്നു രാധാദേവിയുടെ സോൾ പർപ്പസ്. അതുപോലെ ഈശ്വരനിലേക്ക് അടുക്കുന്നതിലൂടെ പാപത്തിൽ നിന്നും നമുക്ക് മുക്തി നേടാം എന്ന് കാണിച്ചു തന്നു നമ്മുടെ യേശുദേവൻ, അല്ലേ? അദ്ദേഹത്തിൻ്റെ സോൾ പർപ്പസ് അതായിരുന്നു. അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് നമുക്ക് ചുറ്റും. പിന്നെ സോൾ പർപ്പസ് ട്വിൻ ഫ്ലെയിംസിന് മാത്രം ഉള്ളതല്ല കേട്ടോ. സ്പിരിച്വലായി ഉയരുന്ന ഏതൊരു സോളിനും സോൾ പർപ്പസ് ചെയ്യാൻ പറ്റും. ഇനി ലൈഫ് പർപ്പസ് എന്താണ്? ലൈഫ് പർപ്പസ് ജീവിത ലക്ഷ്യം. നമ്മുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നതെല്ലാം നേടിയെടുക്കണം എന്നുള്ള നമ്മുടെ മനസ്സിലുള്ള ഒരു ഉദ്ദേശ്യമാണ് ലൈഫ് പർപ്പസ്. ഓക്കെ, അതായത് അതൊരു ജോബാകാം, അല്ലെങ്കിൽ സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരു സാഹചര്യമാകാം, സപ്പോർട്ട് തരുന്ന നല്ല നല്ല ഫ്രണ്ട്സ് ആകാം. ഓക്കെ, നമ്മുടെ ലൈഫ് പർപ്പസ് ചെയ്യുന്നതിലൂടെ നമുക്ക് മാത്രമല്ല സന്തോഷം ഉണ്ടാകുന്നത്, നമ്മുടെ കൂടെയുള്ളവർക്കും സന്തോഷം ഉണ്ടാകുന്നു. അപ്പോൾ സോൾ പർപ്പസും ലൈഫ് പർപ്പസും തമ്മിലുള്ള ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായോ? താങ്ക് യു.